ഗൈസ് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പൂപ്പൻ അവിടെ കൊണ്ടിട്ടിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഇതാണ് അപ്പൂപ്പൻ ഒരു സിമ്പിൾ കൈയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൂപ്പൻ ഒരു സിമ്പിൾ ആയിട്ടല്ലേ ഇടുന്ന ആളാണ്. നടക്കാം. ഓക്കെ ചേച്ചിടാ ഓടിപ്പോണു ഗായ്സ്. നടക്കുന്നത് നല്ലതാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ നടക്കാൻ. നല്ല ഒരു കാലാവസ്ഥ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് അതേ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങി വരണം. നമുക്ക് ബൈക്കാവാം. ബൈക്കാണ് 350. കണ്ടോ ഇങ്ങനെ പതിയെ നടന്നു വരെയാണ്. ഇനി ഇങ്ങോട്ട് നടന്നു വരുന്നതുകൊണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഞങ്ങളെങ്ങനെ ശനി ഞായറിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. നല്ല രസമാണ്. അതൊക്കെ നിറച്ച് ശനി ഞായറും സ്കൂളില്ലാത്തതുകൊണ്ട് ബട്ടർഫ്ലൈകളും സ്കൂളിൽ പോകത്തില്ല. അപ്പോൾ ഇതുപോലെ വൈകിട്ടൊക്കെ ഇറങ്ങി നടക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഗൈസ് ഞാൻ ഇതുവഴിയാണ് വൈകിട്ട് സ്കൂൾ ബസ്സിൽ ഇറങ്ങിയിട്ട് വരുന്നത്. വൈകിട്ടൊക്കെ വരാൻ നല്ല രസമാണ് ഗൈസ്. ആ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ബസ്സിലാണ് ഗൈസ്. എൻ്റെ ബസ് അവിടം വരെ വരത്തുള്ളൂ. സമാധാനമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ പഠിച്ച് പോയിട്ട് ഈ കടയിലൊക്കെ പോകാറുണ്ട്. ഇതവിടെ സ്കൂളിലെ ക്യാൻറ്റീൻ ഉണ്ട്. എനിക്ക് ഇന്നലെ ഒരു ലേസ് പോലത്തെ ഒരു ടൈം പാസ് ആ വിസിലാണെങ്കിൽ എനിക്ക് ഊതാൻ പറ്റുന്നില്ല. ചൂപ്പ ചിപ്സ് ഉണ്ടാവും. ഞാൻ കഴിക്കുമ്പോൾ പിന്നെ ചൊക്കി എന്നും കൊണ്ടുവരും. ചേച്ചി ഇപ്പം എന്നും കൊണ്ടുവരും. ഞാൻ കഴിക്കുമ്പോൾ ഇവന് കൊടുത്തില്ലെങ്കിൽ ഒരു എന്തോ പോലെ. ഞാനൊരു ദിവസമാണെങ്കിൽ ബർത്ത്ഡേ ആയാലും അവർ തന്നെ അഡ്രിയാനൊക്കെ ഇന്നാണ് ചോദിച്ച് കഴിക്കാന്ന്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നാണ് ബസ് കയറാൻ നിൽക്കുന്നത്. ഇതെൻ്റെ വടിയിലാണ് കേട്ടോ കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അമ്മ ഇതിൻ്റെ അവിടെ എത്തി. ഓടാ തുറന്നു അടച്ച് ഈ സാധനം എൻ്റെ അമ്മാമ്മയുടെ പെറ്റ്സാണ് ഇതൊക്കെ.